എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബീഫ് വിന്താലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ പ്രത്യേകതകളുള്ള ഒരു മസാല വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ബീഫാണ്. ഇത് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ മസാല, സ്പെഷ്യൽ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ്. കാശ്മീരി മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5ഓ 6ഓ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ഏലക്കായ, അതുപോലെ തന്നെ ഒരു കഷ്ണം കറുവാപ്പട്ട, 1 ഗ്രാമ്പു, 1/2 ടേബിൾ സ്പൂൺ മുഴുവനുള്ള മല്ലിയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ കടുകാണ്. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്, 1/4 ടീസ്പൂൺ ഉലുവ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക് വരുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് വറുത്ത് കരിക്കരുത്. ചെറുതായിട്ടൊരു മണം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കിനി കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളിയും 1 മീഡിയം സൈസ് ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം. അതിന് മുന്നായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് പൊടിയായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറ്റിയിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിയിലേക്ക് ചേർക്കുമ്പോൾ ഒരു പച്ച ചൊവ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് വിനാഗിരിയാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ഇതിലേക്ക് അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. കൂടുതൽ ചേർത്താൽ ഒരുപാട് പുളിയായിപ്പോവും. ഇനി ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കാം. അപ്പോൾ അരയ്ക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് അരച്ച് എടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാല നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി മസാലയിൽ ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇപ്പം ബീഫിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ മസാല പുരട്ടി ഇതൊരു 3-4 മണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെക്കുമ്പോഴാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തലേദിവസം തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചിയിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഇറങ്ങി കിട്ടും. നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 3-4 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മസാല അധികം ഇറങ്ങി വരില്ല. 3-4 മണിക്കൂർ ഇപ്പം നമ്മളിത് മാറ്റി വെക്കാനായിട്ട് പോവാണ്. ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് തന്നെ വെക്കുക. നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് മസാല ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് പ്രഷർ കുക്കർ വേണ്ടാന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം ഈ ബീഫ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചാൽ മതി. അത് ഒരുപാട് സമയം എടുക്കും. ഇത് നല്ല വേവുള്ള ബീഫാണ്, അതുകൊണ്ടൊരു കൂടുതൽ സമയം ഇത് വേവാനായിട്ട് ആവശ്യമാണ്. അതുകൊണ്ട് പ്രഷർ കുക്കറിലാണ് നമ്മൾ വേവിച്ചത്. 5-6 വിസിൽ അടുപ്പിക്കാം. നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂടിയോ കുറയോ ചെയ്യുന്നതാണ്. ഇപ്പം പ്രഷറൊക്കെ പോയിട്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് 2 സവാള മീഡിയം സൈസിലുള്ളതാണ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക, കാരണം നമ്മൾ ബീഫിലൊക്കെ ഉപ്പ് ചേർത്തിരിക്കുന്നതാണ്. ഉള്ളി ചെറുതായിട്ട് ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ല മുളകാണ് ബീഫ് മസാലയ്ക്ക് വേണ്ടി എടുത്തത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ചേർക്കുന്നത്. അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് നിങ്ങൾക്ക് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം എടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യാനുസരണമുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. നമ്മൾ ഇങ്ങനെ ഗ്രേവി ആക്കി എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും. ഉപ്പൊക്കെ നോക്കിയിട്ട് നേരത്തെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിതിൽ പുളി, എരിവ്, അതുപോലെ തന്നെ
പല സ്പൈസുകൾ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. ശർക്കരയുടെ പകരം നിങ്ങൾക്ക് പഞ്ചസാരയും എടുക്കാവുന്നതാണ്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വളരെ സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതുവരെ നിങ്ങളിങ്ങനെ ബീഫ് വിന്താലു ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇത് എല്ലാത്തിനും കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പോർക്ക് വിന്താലുവിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതും കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ക്രിസ്മസ് റെസിപ്പീസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക, അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ 2 ടൈപ്പിലുള്ള കേക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കണ്ടു നോക്കുക. പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്